സിദ്ധാർത്ഥ എഴുന്നേൽക്കടാ. ഇവിടെ ചായയും വെള്ളം തരാനൊന്നും ആരുമില്ലേ? ആരെയും കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? കരിമുക്ക, ഇയാളിത് എവിടെ പോയി കിടക്കും? കരിമുക്ക, നമ്മൾ വന്ന വണ്ടികൾ കാണുന്നില്ലല്ലോ. എന്താ ജോലിക്കാരെ ആരെയും കാണുന്നില്ല. വന്ന വണ്ടികളും കാണുന്നില്ല. എന്താ കഥ? എന്റെ മൊബൈൽ ഫോണും കാണുന്നില്ല. സിദ്ധാർത്ഥ, ടൂർ ഓപ്പറേറ്റർ വിളിച്ച് 4 തെറി പറ. മരുഭൂമി കൊണ്ടുവന്നിട്ട് തമാശ കാണിക്കാം. അയ്യോ, എന്നെ മൊബൈൽ കാണുന്നില്ല. എന്റെ ഫോണും കാണുന്നില്ല. ആരോട് ഫോണും കാണാല്ലോ എന്ന് പറഞ്ഞാൽ അതാരോ മനഃപൂർവ്വം ചെയ്ത പോലെ ഉണ്ടല്ലോ. നമ്മളിപ്പോ എന്ത് ചെയ്യും? നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ എല്ലാം ഏർപ്പാട് ചെയ്ത്. എന്നിട്ട് എന്നോട് ചോദിക്കുക. കരിമ, കരിമ, കരീം, കരിമ, കരീം, കരീം. ഒരു വണ്ടി വരുന്നുണ്ടല്ലോ. അവന്മാരിങ്ങോട്ട് വരട്ടെ. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ്. മൊബൈൽ ഇല്ലാത്തത് കൊണ്ട് ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല അല്ലേ? മുകുന്ദൻ, നീ എന്റെ പേര് മറന്നില്ല അല്ലേ? സന്തോഷം. മുകുന്ദനെ പറ്റി ഒരു വിവരമില്ലായിരുന്നല്ലോ. അന്വേഷിച്ചപ്പോ ഇറാഖിലോ മറ്റോ? ഇല്ല. സഖാവ് കരുണൻ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച സ്ഥലം വിട്ടിട്ട് ഞാൻ ഇവിടെ പോകാൻ. വാ, നമുക്ക് ആ തണലിൽ പോയിരുന്ന് സംസാരിക്കാം. എത്ര കാലമായി കണ്ടിട്ട്. വേണ്ട കരുണ, ഈ വെയിലും ഈ മണലും എനിക്ക് വളരെ പരിചയമായി കഴിഞ്ഞു. പാവപ്പെട്ട പ്രവർത്തകർ അടികൊണ്ട് ചോരതൊപ്പി ഉണ്ടാക്കി തന്ന പാർട്ടിയുടെ തണലിൽ സുഖിച്ച് ജീവിച്ച് ശീലിച്ച കരുണന് ഈ വെയിൽ താങ്ങാൻ ഇത്തിരി പ്രയാസമായിരിക്കുമെന്നറിയാം. മുകുന്ദൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഈ ചെമ്മണ്ണൂർക്കാരെ ഓർമ്മയില്ലേ? ഇത് കരീം ഞങ്ങളെ കുറച്ച് സഹായിച്ചു. കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല മുകുന്ദേട്ടാ. ആട്ടിച്ച് കൊല്ലുക വേണ്ട വഞ്ചകനെ. ജീവിതകാലം മുഴുവൻ പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞു നടന്ന സൊസൈറ്റി ഗോപാലൻ എന്ന പാവം മനുഷ്യനെ, എന്റെ അച്ഛനെ എങ്ങനെ ചതിക്കാൻ തോന്നി കരുണ നിനക്ക്? നിനക്കിപ്പ കിട്ടിയ ഈ കൂട്ടുകാരുണ്ടല്ലോ, അവരോടൊപ്പം ചേർന്ന് നീ നിന്നെ വളർത്തിയ പാർട്ടിയെയും കേരളത്തിലെ ജനങ്ങളെയും ചതിക്കുകയാണ്. അത് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. അച്ഛനോടും എന്നോടും ചെയ്തത് എനിക്ക് മറക്കാൻ പറ്റും. ചതിക്കപ്പെടുക എന്നുള്ളത് ഇപ്പൊ എനിക്കൊരു ശീലമായിരിക്കുന്നു. ഞാൻ എച്ചിൽ പാത്രം കഴുകിയുണ്ടാക്കിയ പണം നിന്റെ അനന്തരവൻ തട്ടിയെടുത്തു. അയ്യോ, മുതൽ എന്തായി പറയുന്നത്? ഞാൻ മിണ്ടരുത്. ഞാൻ അതും ക്ഷമിക്കുമായിരുന്നു. പക്ഷേ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ കുറ്റവാളിയാക്കിയതിന് ഈ നാട്ടിലുള്ള ശിക്ഷ നീ അനുഭവിക്കണം. പുറത്ത് പോലീസ് നിന്നെ കാത്തു നിൽക്കുന്നുണ്ട്. എന്താണോ തന്റെ ഉദ്ദേശം? ഞങ്ങളെ വരട്ടാൻ മാത്രം താൻ വളർന്നെന്നാണോ വിചാരം? കേരളത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മിനിസ്റ്ററാണെന്ന് കരുണൻ. ഞങ്ങളും അത്ര മോശക്കാരൊന്നും അല്ല, മനസ്സിലായിക്കോ? അറിയാം കുഞ്ഞുണ്ണി മുതലാളി, നിങ്ങളൊക്കെ വലിയ ആളുകളാണ്, മിടുക്കന്മാരുമാണ്. ഭൂർഷ്വാസികളായ ചൂഷകർക്കെതിരെ പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയെ കുറച്ചൊക്കെ വരുതിയിലാക്കാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. പണ്ടനുഭവിച്ച യാതനകൾക്കും പീഡനങ്ങൾക്കും പകരമായി തങ്ങൾക്കിനി കുറച്ചു കാലം സുഖിച്ച് ജീവിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്ന കരുണനെ പോലുള്ളവരെ വ്യാമോഹിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ചതിച്ചും വഞ്ചിച്ചും കൂട്ടിക്കൊടുത്തുള്ള ഈ ജീവിതം ഒരു ജീവിതമാണോടോ? മിണ്ടിയെന്നിട്ട് നാവ് ഞാൻ അറിയും. കരുണ, സമരസഖാക്കളുടെ
വിയർപ്പിന്റെയും കണ്ണീരിന്റെയും ഉപ്പാണ് നമ്മുടെ പാർട്ടി. ആ പാർട്ടിയുടെ നെഞ്ചത്ത് കസേരയിട്ടിരുന്നാണ് നീ ഇന്നലെ സായിപ്പിനോട് വിലപേശി കച്ചവടം ഉറപ്പിച്ചത്. ഇന്ന് ഉച്ച മുതൽ കേരളത്തിലെ TV ചാനലുകൾക്ക് ഉത്സവമായിരിക്കും. സായിപ്പിന്റെ മുഖവും ഡോർ അടക്കി വെച്ച പെട്ടിയും ക്യാമറയിൽ ശരിക്കും പതിഞ്ഞിട്ടുണ്ട്. ഉച്ചയാവുമ്പോ ഇവിടെ താമസിക്കുന്ന ഹോട്ടലിൽ എത്താൻ പറ്റിയ എല്ലാം TV-യിൽ നേരിട്ട് കണ്ട് ആസ്വദിക്കുകയാവാം. കരുണ, തിരിച്ചു ചെല്ലുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ മുദ്രാവാക്യങ്ങളും ചെങ്കൊടികളും ഉണ്ടാവില്ല. നാട്ടുകാർ ചെരിപ്പ് മാലയിട്ട് ചീഞ്ഞ മുട്ടയെറിഞ്ഞ് നിന്നെ വരവേൽക്കും. നിന്റെ സ്വാധീനമെന്ന് പറയുന്നത് പാർട്ടിയുടെ സംഘബലമാണ്. അതില്ലാതായാൽ നീ വെറും തോട്ടത്തിൽ പറമ്പിൽ കരുണൻ മാത്രം. അപ്പൊ തൽക്കാലം ഞങ്ങൾ പോവുക. ഈ മരുഭൂമിക്ക് ഒരു 19 കിലോമീറ്റർ നടന്നാ നിങ്ങൾ മെയിൻ റോഡിൽ എത്താതിരിക്കില്ല. സിദ്ധാർത്ഥനെ ഞങ്ങൾ കൊണ്ടുപോവാ. പോലീസിന് കൊടുക്കാൻ. അപ്പൊ കാണാൻ സഖാവേ. ലാൽ സലാം. ഇനി നടന്നു പോണം. ആ മൂന്തൻ ചച്ചോ അടിയന്തരം. കുറച്ച് പണമാണ് കഴിഞ്ഞ 3 വർഷത്തെ എന്റെ സമ്പാദ്യം. നല്ല ചികിത്സ കിട്ടിയാൽ നിന്റെ സുഹൃത്ത് രക്ഷപ്പെടുമെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി പണം ഉണ്ടാക്കാനാണല്ലോ നീ ഇവിടെ വന്നത്. ചികിത്സയേക്കാൾ ഒരുപക്ഷെ നിന്റെ സാന്നിധ്യം അയാൾ ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് രണ്ടാൾക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. വേണ്ട, നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് മനഃപൂർവ്വമില്ലെങ്കിലും ഞാനൊരു കാരണക്കാരിയാണ്. പിന്നെ നിങ്ങൾക്ക് എന്നോട് തോന്നിയ എനിക്ക് തിരിച്ചറിയാനാവാതെ പോയ സ്നേഹം, അതും എനിക്ക് തിരിച്ചു തരാൻ കഴിയുന്നില്ല. ഇനി നിങ്ങൾക്ക് ആകെ ബാക്കിയുള്ള ഈ സമ്പാദ്യം എനിക്ക് എങ്ങനെ സ്വീകരിക്കാനാവും? ചെറുപ്പകാലം തൊട്ട് എന്റെ സ്വപ്ന രാജ്യമായിരുന്നു ചൈന. നിന്നെയാണോ, നിന്നിലൂടെ ചൈനയെ തന്നെയാണോ ഞാൻ സ്നേഹിച്ചത് എന്നൊന്നും എനിക്കറിയില്ല. ഇല്ലാത്തൊരു കടബാധ്യത തീർക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന പണമാണിത്. അതിനിപ്പോ പ്രസക്തി ഇല്ലാതായി. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ജീവിക്കാൻ ആവശ്യമുള്ളതിൽ കൂടുതൽ പണം സൂക്ഷിക്കാൻ പാടില്ലെന്ന്. ബാക്കിയുള്ളത് കഷ്ടപ്പെടുന്നവർക്കുള്ളതാണ്. ഇപ്പോ നിനക്കാണിത് ആവശ്യം. ഇത് വാങ്ങണം. 我想我们可能不会再见面了，但是我会永远记得你的。 ഇനി നമ്മൾ തമ്മിൽ കാണില്ലായിരിക്കും, പക്ഷേ നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നാണ് അവള് പറഞ്ഞത്. ആ പണം ആവശ്യമില്ലെന്ന് എന്തടിസ്ഥാനത്തിലാണ് മൂന്നേട്ടം തീരുമാനിച്ചത്? ഒരസുഖം വന്ന തിരിച്ച് നാട്ടിലെത്തി മുന്നോട്ടുള്ള ജീവിതത്തിന് ഒന്നിനും പണം വേണ്ടേ? മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവനാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. എന്നെപ്പറ്റി എനിക്ക് ആശങ്കകളില്ല. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഈ ലോകത്ത് എന്തിനും പരിഹാരമുണ്ടെന്ന് ഇവിടുത്തെ ജീവിതം എന്നെ പഠിപ്പിച്ചു. പിന്നെ നാട്ടിലേക്ക് വരുന്ന കാര്യം, അധ്വാനത്തിന്റെ വിലയറിയാത്ത, ഒരു ചെറിയ വിഹിതം കിട്ടിയാൽ ഏത് കടുത്ത അഴിമതിയും കണ്ടില്ലെന്ന് നടിക്കുന്ന, കടമകൾ വിസ്മരിച്ച് അവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു സമൂഹത്തിന് എന്നെ ആവശ്യമില്ല. ആവശ്യമുണ്ട്. അധ്വാനത്തിന്റെ വിലയറിയുന്ന, അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് ബോധമുള്ള, സ്വന്തം ജീവിതം കൊണ്ട് മാതൃക കാണിക്കാൻ കഴിവുള്ള നേതാവിനെ ജനങ്ങൾക്ക് ഇന്ന് ആവശ്യമുണ്ട്. ആരുടെയും നേതാവാകാൻ ഞാനിനി ഇല്ല അൻവറേ. ഇവിടുത്തെ കന്നുകാലികളുടെയും മരങ്ങളുടെയും ഒക്കെ ഇടയിൽ ഒരു വലിയ സമത്വം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഞാൻ സംതൃപ്തനാണ്. ഇല്ല,
മുകുന്ദേട്ടൻ അങ്ങനെ ഒളിച്ചോടാനാവില്ല. ചെമ്മണ്ണൂറുകാർക്ക് വഴിതെറ്റി പോയിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ബാധ്യത മുകുന്ദേട്ടനുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവിതം അവസാനമില്ലാത്ത പോരാട്ടമാണെന്ന് മുകുന്ദേട്ടൻ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ. ഒഴിഞ്ഞു മാറാൻ മുകുന്ദേട്ടന് കഴിയുമോ? കൈകളിനി തളരില്ല, ഈ കാലുകളിനി പതറില്ല. ഉറച്ച മനസ്സോടെ ജീവിതാനുഭവങ്ങൾ കരുത്തേകിയ, ജീവിതം കൊണ്ട് മാതൃക കാട്ടാൻ കരുത്തുള്ള ക്യൂബ മുകുന്ദനെ പോലുള്ളവർ നയിക്കുന്ന പുതിയ കാലഘട്ടത്തിന്റെ വിപ്ലവത്തിന് സമയമായി. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി കൊലിക്കവേ. നോക്കുവിൻ സഖാക്കളെ, നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്ക്